എല്ലാവർക്കും നമസ്കാരം. കാറ്റ് പെർഫെക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ട് സിമിലർ എന്നുള്ളൊരു കമാൻഡാണ്. അതായത് നമ്മൾ ഡ്രോയിങ് വരച്ചു വരുമ്പോൾ അതിൽ ഒരു പ്രൊഫഷണൽ ഡ്രോയിങ്സ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് സെലക്ട് സിമിലർ. അതിൻ്റെ ഉപകാരങ്ങളും അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ സ്ക്രീനിൽ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്ന കമാൻഡാണ് സെലക്ട് സിമിലർ. സെലക്ട് സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ നമ്മളെ പേരിൽ പോലെ തന്നെ സെലക്ട് സിമിലർ, ഒരേപോലത്തെ ഐറ്റത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് സെലക്ട് സിമിലർ. അതായത് ഇപ്പോൾ ഈ ഒരു ഡയമെൻഷൻ ഇത് നമുക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡയമെൻഷൻ എല്ലാവരും ഒരേപോലെ ഒരേ ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് സിമിലർ എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിക്കാം. അതായത് എനിക്കിപ്പോൾ ഈ ഡയമെൻഷൻസ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചു. സപ്പോസ് അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഏത് ഐറ്റത്തിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിനെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനാദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക, എന്നിട്ട് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ട് സിമിലർ എന്നിവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ സെലക്ട് സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഐറ്റം, അതായത് ഡയമെൻഷൻ, എല്ലാ ഡയമെൻഷൻസും നമുക്ക് ഒരുമിച്ച് ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോർമലി ഇപ്പം ഞാനിതിനെ മൂവ് ചെയ്ത് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂവ് കമാൻഡ് കൊടുക്കുന്നു. എവിടെയെങ്കിലും ബേസ് പോയിന്റ് കൊടുത്തിട്ട് ഞാനിതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാ ഡയമെൻഷൻസും നമുക്ക് കൊണ്ട് മാറിപ്പോയി, ഇവിടെ മാറ്റി വയ്ക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്കിപ്പോൾ ഈ എല്ലാ ഗ്രിഡ് ലൈൻസിന് എനിക്കിതിനെ എന്താ പറയുക, വേറെ ഒരു കളറാക്കി മാറ്റണം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഗ്രേ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ അടിക്കുന്നു, സെലക്ട് സിമിലർ അടിക്കുന്നു. കണ്ടോ, അപ്പോൾ ആ ഗ്രിഡ് എല്ലാം സെലക്ട് ആയി. പക്ഷേ ഇത് സെലക്ട് ആയിട്ടില്ല. ഈ ഒരു ലൈൻ ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടറാണ് എല്ലാതും സെലക്ട് ആയത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യണേ, ഞാൻ ഇവിടെ വന്ന് ഇതിൻ്റെ കളർ യെല്ലോ ആക്കി. കണ്ടോ, അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് എനിക്കത് ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി ഞാൻ ആ കമൻറ്റ് ക്യാൻസൽ ചെയ്തു. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കാം. ഇപ്പം ഞാൻ അടുത്തൊരു ഇത് കാണിച്ചു തരികയാണ്. ഇപ്പം ഞാൻ ഇതിപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള ഗ്രീൻ അല്ലേ, ഇത് ഞാൻ വേറെ ലെയറിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് 1 എന്നുള്ള ഒരു ലെയറാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഐറ്റംസ് ഇവിടെ ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ടെക്സ്റ്റുകളുണ്ട്. ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാണ്ട് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതിനെ റൈറ്റ് ബട്ടൺ അടിക്കുന്നു, സെലക്ട് സിമിലർ അടിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക, എല്ലാം സെലക്ട് ആയതുണ്ടോ നോക്കുക. കണ്ടോ, ഇനി ഇതിനെ ഞാൻ നേരെ ലെയർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ലെയർ ചേഞ്ച് ചെയ്തു. കണ്ടോ, അപ്പോൾ എല്ലാം ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്തു പോകണ്ടേ. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. സെലക്ട് സിമിലറാണ് എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ മാർക്കിനെ ഞാൻ ഇപ്പോഴത്തെ കോപ്പി ചെയ്ത് വയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പതിപോലെ ഇതിനെ സെലക്ട് ചെയ്തു, ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ഓഫ് ദ മൗസ് അടിച്ചു. അപ്പോൾ ഇവിടെ സെലക്ട് സിമിലർ കണ്ടു. എന്നിട്ട് പിന്നെ നമ്മൾ കമൻറ്റ് കൊടുക്കണം. എന്താണ് നമുക്ക് എനിക്ക് ഇത് ഇപ്പം ഞാനിവിടെ കോപ്പി ആണ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പി കമൻറ്റ് കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചു. കണ്ടോ, അപ്പോൾ ഇത് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് സെലക്ട് സിമിലർ. ഇതിപ്പോൾ ഒരു ചെറിയ ഡ്രോയിങ് ആണ്. ഇപ്പോൾ ഒരു വലിയ ഡ്രോയിങ് ആണെച്ചെങ്കിൽ എല്ലാ ഐറ്റത്തിനെയും ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് സിമിലർ, ഞാനിവിടെ സെലക്ട് സിമിലർ അടിച്ചു. ഓക്കെ, സപ്പോസ് നമുക്കിത് വേണ്ട, എനിക്കിത് എല്ലാം ഒരുമിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഡീസെലക്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം സെലക്ഷൻ ഡീസെലക്ട് ആയി കഴിഞ്ഞു. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. പല ആവശ്യങ്ങളിലും നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കമാൻഡാണ്. എന്നാൽ ഇറ്റ്സ് വെരി ഈസിയാണ് മനസ്സിലാക്കാനും. അപ്പോൾ നിങ്ങൾ ഇത് 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഇതിൽ പെർഫെക്റ്റ് ആവാൻ സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത് തന്നെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും. ബൈ.